നമസ്കാരം. അങ്ങനെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറായി. കേരള രാഷ്ട്രീയത്തിലും പാർലമെൻ്ററി രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും താനിരിക്കുന്നയിടം കേന്ദ്രബിന്ദുവാക്കി മാറ്റാൻ കെൽപ്പുള്ള ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പലപ്പോഴും മറ്റു വിഷയങ്ങളിൽ നാക്കുപിഴ കൊണ്ടും രസകരമായ സംഭാഷണങ്ങൾ കൊണ്ടും പ്രതിസന്ധികളിൽ പോലും ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ നേരിട്ടും വ്യത്യസ്തനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനി അങ്ങോട്ട് 5 കൊല്ലം നിയമസഭയിലും രസകരമായ നിമിഷങ്ങൾക്ക് നായകത്വം വഹിക്കാൻ റെഡിയായി. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 101 വോട്ടോടെ തിരുവഞ്ചൂർ സ്പീക്കറായി പ്രഖ്യാപിക്കപ്പെട്ടു. ശ്രീ ബി ഗോപകുമാർ 3 വോട്ട്, ശ്രീ AC മൊയ്തീൻ 35 വോട്ട്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും വിജയിച്ചതോടെ താൽക്കാലിക സ്പീക്കറുടെ റോൾ കഴിഞ്ഞു. ജി സുധാകരൻ യഥാർത്ഥ സ്പീക്കറെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഇലക്ടഡ് സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വേദിയിലേക്ക് ആനയിക്കേണ്ടതാണ്. സ്പീക്കർ ചേംബർ ഓക്കപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ ആനയിക്കേണ്ടതാണ്. അപ്പോൾ സ്പീക്കർ റെഡി. ഇനി പ്രൊസീഡിങ്സ് ആണ്. നമ്മുടെ പ്രൊസീഡിങ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ പരിപാടി സ്പീക്കർക്കുള്ള അനുമോദന പ്രസംഗങ്ങളാണ്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ മോഡലാണ് തിരുവഞ്ചൂർ എന്ന് തുടങ്ങി അങ്ങോട്ടൊരു പ്രസംഗം. ഞങ്ങളുടെ എല്ലാം മോഡൽ അദ്ദേഹമായിരുന്നു എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 5 ദിവസം ഒരാഴ്ചയിൽ സമ്മേളനം നടക്കുമ്പോൾ മിക്കവാറും ആ 5 ദിവസവും അടൂരിലായിരുന്നപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അടൂരിലേക്കും, കോട്ടയത്താവുമ്പോൾ കോട്ടയത്തേക്കും അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. നമ്മളൊക്കെ പല നിയമസഭാ അംഗങ്ങളും അത് സമ്മേളനം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം നിയോജക മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മിക്കവാറും ദിവസം ചെറിയ ചടങ്ങുകളാണെങ്കിലും അതിൽ പങ്കെടുക്കാൻ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് പോയി രാത്രി 1 മണിക്കും 2 മണിക്കും തിരിച്ചു വന്ന് ഉറങ്ങുന്ന ഒരാളായിരുന്നു. രാവിലെ നിയമസഭയിൽ കൃത്യമായി എല്ലാ ദിവസവും നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ചെയറിൽ അദ്ദേഹം ഉണ്ടാകും. വിദ്യാർത്ഥി നേതാവായിരുന്ന കാലത്തെ ഒരു അനുഭവവും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ അദ്ദേഹം നേതൃത്വം കൊടുത്ത വലിയൊരു പദയാത്രയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചത് ഞാൻ ഇന്നും എന്റെ ഹൃദയത്തിൽ ഓർക്കുന്നു. അത്രയും ശ്രദ്ധേയനായ യുവജന വിദ്യാർത്ഥി രംഗത്തെ നേതാവായിരുന്നു അദ്ദേഹം. പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പൊതു ജനവികാരം സഭയിൽ പ്രതിഫലിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് സഭയിൽ വേണ്ട തോതിലുള്ള ഇടവും സമയവും ഉറപ്പാക്കുന്നതിന് സഹായകമായ നിലപാട് കൈക്കൊള്ളാൻ അങ്ങക്ക് പ്രേരകമാവട്ടെ. സ്പീക്കർ സഭയുടെ കലക്റ്റീവ് വോയിസിൻ്റെ വക്താവാകുന്നത് അദ്ദേഹം പ്രതിപക്ഷ ശബ്ദത്തെ കൂടി അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. വിപുലമായ അധികാരങ്ങളാണ് സ്പീക്കർക്കുള്ളത്. മുഖ്യ പ്രതിപക്ഷത്തിന് വെറും 35 സീറ്റ് മാത്രമുള്ള സഭയാണ്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ആകുലത സഭയിൽ സമയം കിട്ടുമോ എന്നതാണ്. അതുകൂടി വ്യക്തമായി പ്രകടിപ്പിച്ചു കെ രാജൻ. ഞങ്ങൾ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അങ്ങേ അഭിനന്ദിച്ചുകൊണ്ട് നടത്തേണ്ട വർത്തമാനം എന്താണെന്ന് കഴിഞ്ഞ 10 വർഷമായി അങ്ങ് ഇതേ സീറ്റിൽ തന്നെ ഇരുന്ന് ചെയറിനോട് പറഞ്ഞിട്ടുണ്ട്. ആ രേഖകൾ തന്നെ വായിച്ചാൽ അങ്ങയുടെ അതേ അഭിപ്രായം തന്നെ ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചെയറിൽ നിന്ന് പ്രതിപക്ഷം എണ്ണത്തിൽ കുറവാണെങ്കിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംരക്ഷകർ അങ്ങായിരിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതൊക്കെ കിട്ടും എന്ന് ആശ്വസിപ്പിച്ചു മന്ത്രി കുഞ്ഞാലിക്കുട്ടി. കാരണം തിരുവഞ്ചൂരിന്റെ മുൻകാലത്ത് തെളിയിക്കപ്പെട്ട ശൈലി തന്നെ. നമ്മുടെ കൂട്ടത്തിലെ ഒരു സുഹൃത്ത് വളരെ സരസനായ, അങ്ങ് നിയമസഭയൊക്കെ അല്പം സരസത കലർന്ന ശാസനയിലൂടെ ആയിരിക്കും കൊണ്ടുപോവുക എന്നൊരു തോന്നലുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സാധാരണ ശൈലി വെച്ച് അങ്ങനെയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് പറഞ്ഞ വാക്കുകൾ കിട്ടാണ്ടായി. മുഖ്യമന്ത്രി സഹായിച്ചു. സ്വതസിദ്ധമായ അത് തന്നെയാണ് നല്ല വാക്ക്. മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തു. കുഞ്ഞാപ്പ കേട്ടു. സ്വതസിദ്ധമായ ശൈലി വെച്ച് ആ ഇടപെടല് ഞാനിങ്ങനെ ഭാവനയിൽ കാണുന്നുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും ശരി, നിഷ്പ്രയാസം വളരെ നിഷ്പക്ഷമായി സഭയെ നയിക്കാനുള്ള പരിചയ സമ്പത്ത് അങ്ങേക്ക് ഉണ്ട്
എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ശരിക്കും ചിരിപ്പിച്ചത് മന്ത്രി മോൻസ് ജോസഫിന്റെ ഒരു അനുഭവമാണ്. ഞാൻ പലപ്പോഴും ട്രെയിനിലാണ് കോട്ടയത്തേക്ക് പോകാറുള്ളതെങ്കിലും പലപ്പോഴും അങ്ങയുടെ കൂടെ കോട്ടയത്തേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നോട് ട്രെയിനിൽ പോകണ്ട, നമുക്ക് പെട്ടെന്ന് കോട്ടയത്ത് എത്തിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കാറിൽ കയറാറുണ്ട്. ഞാൻ ഓർക്കും പെട്ടെന്ന് കോട്ടയത്ത് കടുത്തുരുത്തിലേക്ക് വേഗം ചെല്ലാമല്ലോ എന്നോർത്ത് പലപ്പോഴും കയറിയിട്ടുണ്ട്. ട്രെയിനിലാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് കോട്ടയം ചെല്ലും. അങ്ങയോടൊപ്പം കയറി കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പറയും നമ്മൾ അടൂരിൽ 2 വീട് കയറാറുണ്ട്, അവിടെ ഒന്ന് കയറിയിട്ട് അങ്ങ് പെട്ടെന്ന് പോകുന്ന. അങ്ങനെ പോയി ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. 2 വീട് 20 വീടായി 30 വീടായി ഒക്കെ അടൂരിലൂടെ ഇങ്ങനെ കറങ്ങുമ്പോൾ എനിക്ക് കടുത്തുരുത്തിയിൽ പോകേണ്ട കാര്യങ്ങളും കോട്ടയത്ത് കയറേണ്ട കാര്യങ്ങളും ആണെങ്കിലും അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഏറ്റവും പൊതുജീവിതത്തിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. സാധാരണ ഒരു അസംബ്ലി മണ്ഡലത്തെ പ്രതികരിക്കുന്നു, ആ മണ്ഡലത്തിൽ നിന്നും മാറിയാൽ മറ്റൊരു മണ്ഡലത്തേക്ക് പോയാൽ പിന്നെ ആ പഴയ മണ്ഡലത്തേക്ക് പോയി ഇതുപോലെ വീട് കയറേണ്ട ഒരു കാര്യമില്ല. അവിടെ മത്സരിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ എത്രമാത്രം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമാണ് എന്നുള്ളതാണ്. ആ പ്രദേശം മുഴുവനുള്ള ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ്. വ്യക്തിപരമായ വേദനകളിൽ പോലും കൂടെ നിന്ന ഓർമ്മയാണ് കെ രമയ്ക്കുള്ളത്. ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്നത് തിരുവഞ്ചൂരാണല്ലോ. എൻ്റെ വ്യക്തിപരമായ വേദനകളിൽ ഒരു താങ്ങായി നിന്നത് കാര്യം മറക്കാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ് സാർ. അത് മറക്കാൻ കഴിയില്ല സാർ. അതേപോലെ തന്നെ ഒരു പുതിയ അംഗങ്ങളായി ഇവിടെ കയറി വരുമ്പോൾ, കഴിഞ്ഞ സഭയിൽ കയറി വരുന്ന സമയത്ത് പുതിയ അംഗങ്ങൾ ഒരുപാട് മാതൃകകൾ അങ്ങയിൽ നിന്ന് പഠിക്കാനുണ്ടായിരുന്നു ഞങ്ങൾക്ക്. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്ന AC മൊയ്തീന്റെ ആശംസയാണിനി. അങ്ങ് പ്രതിപക്ഷത്തിരുന്ന് നിർവഹിച്ച അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തിന് അനുവദിക്കാൻ അങ്ങേക്ക് ഹൃദയവിശാലതയുള്ള ഒരു സ്പീക്കറായിരിക്കും എന്ന പ്രതീക്ഷയോടെ എല്ലാ ഭാവങ്ങളും ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. NDAയുടെ BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാർ പറഞ്ഞതും BJPയുടെ ആകുലതയാണ്. ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമസഭയിൽ പറയുമ്പോൾ അത് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രസക്തി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. രാജീവ് ചന്ദ്രശേഖറും സംസാരിക്കാൻ സമയം തരണം എന്ന പ്രശ്നം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ ഒറ്റൊരു അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും പങ്കെടുക്കാൻ അനുവദിക്കണം. ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളെല്ലാം അനുവദിക്കണം. പുതിയ MLA-മാരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അനുമോദനമെല്ലാം കഴിഞ്ഞതോടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടി പ്രസംഗം. എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിൽ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ സത്യസന്ധനും നിഷ്കളങ്കനും വളരെ നിഷ്പക്ഷമതിയുമായി പ്രവർത്തിച്ച കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന ബഹുമാന്യനായ RV തോമസ് സാറിന്റെ അനുസ്മരണത്തോടു കൂടിയാണ് ഞാൻ ഈ സഭയിൽ വന്നെത്തിയത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ പശ്ചാത്തലമെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൂട്ടായി യത്നം നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അവസാനിക്കും മുമ്പ് ആദ്യ ഡ്യൂട്ടിയായി പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കൽ. ഈ നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. അതിനാൽ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങൾ 2(1) അനുസരിച്ച് പ്രസ്തുത പാർട്ടിയുടെ നേതാവായ ശ്രീ പിണറായി വിജയനെ ഈ സഭയിലെ പ്രതിപക്ഷ നേതാവായി ഞാൻ അംഗീകരിക്കുന്നു. ഇനി തിരുവഞ്ചൂരിന്റെ കാലമാണ്. തിരുവഞ്ചൂരിന്റെ നല്ല സഭയ്ക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.